ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒരു ഷവർമ കഴിക്കാൻ ഒരു ആഗ്രഹം. അപ്പോൾ ഷവർമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഷവർമ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ന്യൂസൊക്കെ വരാറുണ്ടല്ലോ, ഷവർമ കഴിച്ച ആൾക്കാർ മരിച്ചു അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്ന് കേൾക്കുമ്പോഴും അങ്ങനെയൊക്കെ വരും. കേൾക്കുന്നതിന് അതങ്ങ് ഇടയ്ക്ക് നിർത്തും. പിന്നെ കുറേ കാലം കഴിയുമ്പോഴത്തേനും വീണ്ടും ഷവർമ കഴിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ എപ്പോഴും പോയി ഷവർമ കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ അടുത്ത്, നമ്മുടെ നാലാഞ്ചിറയിൽ ഗ്രേസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയും, ഗ്രേസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഒരു ഷവർമ കഴിക്കാൻ പോകുന്ന ഒരു കുട്ടി വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു, പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്ത കാരണം. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ദീപാവലിയുടെ തലേ ദിവസമാണ്, 19th ഈവനിങ്. ട്രിവാൻഡ്രത്താണ് ഏറ്റവും കൂടുതൽ ദീപാവലി സെലിബ്രേറ്റ് ഞാൻ കണ്ടിട്ടുള്ളത്. തമിഴ്നാട്ടിലേക്കൊക്കെ ഭയങ്കര ആഘോഷമാണ്, പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞിട്ടാണ് ദീപാവലി ഇത്ര വലിയ സംഭവമാണെന്നുള്ളത് ഞാൻ അറിയുന്നത്. ഇപ്പം ഞാൻ പഠിച്ച കോളേജിലായാലും പിന്നെ നമ്മുടെ ഈ ട്രിവാൻഡ്രം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ആഘോഷമാണ് ദീപാവലി. പക്ഷെ കോട്ടയത്തൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ നാട്ടിലായിരുന്ന സമയത്തൊന്നും അവിടെ നിന്ന് ദീപാവലി ഇത്രയും വലിയൊരു ആഘോഷമായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഷവർമ മേടിക്കാൻ പോകുന്ന വഴിക്ക് ഞാനത് ലാസ്റ്റ് എൻ്റെ വീഡിയോ മടവൂർപ്പാറയുടെ വീഡിയോ ഇട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എവിടെയാണ് സ്ഥലം, എങ്ങനെ അവിടെ പോകുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വലിയൊരു ഫാനാണ്. ഇങ്ങനെ ഹൈറ്റ്സിൽ പോവുക, അവിടെ നിന്നുള്ള വ്യൂ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തും ഒരു ചെറിയൊരു സ്പോട്ടുണ്ട്. അപ്പോൾ ഈ സ്പോട്ടിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മുകളിലേക്ക് വരുമ്പോൾ ചിറ്റാഴ എന്ന് പറയും. ചിറ്റാഴന്ന് അകത്തേക്കൊരു റോഡുണ്ട്. ഒരു എക്സാക്റ്റ് അങ്ങനെ സ്ഥലപ്പേര് പറയാനായിട്ടൊന്നുമില്ല. ആ റോഡ് കുറച്ച് മുകളിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു നല്ലൊരു സ്പോട്ടുണ്ട് കേട്ടോ. ഇത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആൾക്കാർക്ക് വന്ന് നിന്ന് കാണാൻ അങ്ങനത്തെ പറ്റിയ സ്ഥലമൊന്നും അല്ല. പക്ഷെ ഒരു റോഡ് സൈഡാണ്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കുറച്ച് നാൾ മുന്നേ നമ്മുടെ പരിചയമുള്ള ഒരാളുടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ സ്ഥലങ്ങൾ. അപ്പോൾ അവർക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലമുണ്ടോ? അതും ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റി ഫുള്ള് കാണാൻ പറ്റും. നമുക്ക് കടൽ കാണാൻ പറ്റും, എയർപോർട്ട് കാണാൻ പറ്റും, ടെക്നോ പാർക്ക് ഏരിയ കാണാം, പിന്നെ ട്രിവാൻഡ്രം സിറ്റി ആ ഏരിയ ഫുള്ള് കാണാൻ പറ്റും. അപ്പം ഇന്ന് ഈ പോകുന്ന ഷവർമ മേടിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഓർത്തുന്ന ഇവിടെ നിന്ന് വന്ന് നോക്കാം. ദീപാവലി ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ ലൈറ്റ്സ് ഇങ്ങനെ ആകാശത്ത് നിന്ന് പടക്കം പൊട്ടുന്നു, ആ ക്രാക്കിൾസിൻ്റെ ഇതൊക്കെ കാണാൻ നല്ല രസം. അപ്പോൾ ഇവിടെ വന്ന് നോക്കുവാണെങ്കിൽ ആ ഒരു വ്യൂ അടിപൊളിയായിരിക്കും. ലാസ്റ്റ് ടൈം അതിന് മുന്നത്തെ ദീപാവലിക്ക് ഞാൻ വന്നായിരുന്നു. അപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഫുള്ളൊരു സ്മോഗി ഇങ്ങനെ ഈ പടക്കത്തിൻ്റെ പുക കാരണം ഒന്നും ശരിക്കും കാണാൻ പറ്റത്തില്ല. ഇപ്പോഴും ഒരു പടക്കമൊക്കെ പൊട്ടിച്ചു തുടങ്ങുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് ഇത്തവണ സർക്കാരിൻ്റെ വക സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, 8 മണി തൊട്ട് 10 മണി വരെ പടക്കം പൊട്ടിക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവരും സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടുള്ളൂ, എല്ലാം പടക്കമൊക്കെ പൊട്ടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അധികം ഇൻട്രോ പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾക്ക് ആ സ്ഥലം ഞാൻ ഒന്ന് കാണിച്ചു തരാം. വാ. അപ്പോൾ ഈ സ്ഥലം ഈ പറഞ്ഞ പോലെ നമുക്കങ്ങനെ ഒരു നമ്മൾ ലാസ്റ്റ് ടൈം പോലെ മടവൂർപ്പാറ പോലെ അങ്ങനെ വന്ന് എല്ലാവർക്കും വന്ന് നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല. പക്ഷെ ഞാൻ എന്നോട്ട് ഇവിടെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ എപ്പോൾ വന്നിരുന്നാലും ഇവിടെ കുറച്ച് ആൾക്കാർ കാണും ഇതുപോലെ വന്ന് ഈ ഒരു വ്യൂ കാണാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ കാണും. ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 5 മണി ഈവനിങ് 5 o'clock ടൈമിൽ വന്നപ്പം അന്നിവിടെ ഈ കാണുന്ന പോലെ വീടുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് വീടൊക്കെ വന്നിട്ടുള്ളത്. അന്ന് ഇതുപോലെ ആൾക്കാർ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ചായ കുടിച്ച് ഈ വ്യൂ ഇരുന്നിട്ട് അവിടെ ഒരു ഈവനിങ് സൺസെറ്റ് ടൈമൊക്കെ നല്ല രസമാണ് കാണാൻ. പക്ഷെ ഇതൊരു പബ്ലിക് ഇതല്ല, ഒരു സാധാരണ ഒരു ലൈനാണ്. അപ്പം വീടുകളൊക്കെ ഉള്ളൊരു സാധാരണ സ്ഥലമാണ്. നമ്മളിവിടെ അടുത്തുള്ളവരാണ് ഇങ്ങനെ വന്ന് കാണുന്നത്. അപ്പോൾ ഈ പരിസരങ്ങളിലുള്ള ആൾക്കാരൊക്കെ വന്ന് കാണുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഇസ് റിയലി ഗുഡ്. കാരണം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റി ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു സിറ്റി ഏരിയ ഫുള്ള് കാണാം, ഇൻക്ലൂഡിങ് കഴക്കൂട്ടം, എയർപോർട്ട്, കവടിയാർ, വെള്ളയമ്പലം, അങ്ങനെ ആ ഒരു സിറ്റി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈവനിങ് ഒരു 5 o'clock കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോസ്റ്റൽ ലൈൻ ഇങ്ങനെ ആ ഒരു എന്താ പറയുക ഹൊറൈസൺ നല്ലപോലെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ബ്ലൂ ലൈൻ ഇങ്ങനെ കടൽ, അത് എപ്പോഴും കാണാൻ പറ്റത്തില്ല. എനിക്കൊന്ന് ആദ്യമായിട്ട് ഞാൻ വന്നപ്പോൾ എന്തോ ഒരു കപ്പലും
കിടക്കുന്നത്. അത് അത്രയും നമ്മൾ ഫോണിൽ സൂം ചെയ്ത് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതിപ്പം ഈ ഒരു വ്യൂ ശരിക്കും പറഞ്ഞാൽ പടക്കം പൊട്ടി 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 ഒരു സ്മോഗി ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നല്ല രസം. എത്ര നേരം നമ്മളിവിടെ നിന്നാലും നമുക്ക് ആ ഒരു ബോർ അടിക്കത്തില്ല. ഒരു വ്യൂ അത്ര നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. ഇവിടെ വീടുള്ള ആൾക്കാരൊക്കെ നല്ല രസമായിരിക്കും. ടെറസിൻ്റെ മുകളിലൊക്കെ ഒരു രാത്രി ഇങ്ങനെ അങ്ങോട്ട് സിറ്റി വ്യൂ എൻജോയ് ചെയ്തിരിക്കാൻ. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഓൾറൈറ്റ്, അപ്പോൾ ഇതാണ് ആ ബ്യൂട്ടിഫുൾ സ്പോട്ട്. കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാരുടെ സമാധാനം പോകണ്ട. സോ നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ഷവർമ കഴിക്കാനായിട്ട് പോവാം, ഷവർമ മേടിക്കാനായിട്ട് പോവാം. അപ്പോൾ ഇന്നിനിപ്പോൾ ദീപാവലിയുടെ തലേന്നാണ്. ഇനി ആ കട ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഭാഗ്യമുണ്ട്, നമുക്ക് കിട്ടും, പോയി നോക്കാം. പറയാം. അപ്പോൾ നമ്മൾ ഗ്രേസ് റെസ്റ്റോറൻറ്റിൽ വന്നു, നാലാഞ്ചിറ. ഞാൻ ഇവിടെ നിന്നാണ് എപ്പോഴും ഷവർമ കഴിക്കാറ്. കാരണം സേഫാണ്, പഴയ സാധനമൊന്നും യൂസ് ചെയ്യാറില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ വരുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആസ് ഓഫ് നൗ നല്ലതാണ്. ഞാൻ ഇവിടുന്ന് എപ്പോഴും സ്ഥിരം ഫുഡ് കഴിക്കാറില്ല. ഇതിൻ്റെ പുറകിലുള്ള നവജീവൻ സ്കൂളിൽ ഞാൻ കുറച്ചാൾ പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചറായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ലഞ്ചൊക്കെ കഴിക്കാറ്. അപ്പോൾ ഇവിടുത്തെ ഷവർമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഷവർമ ഏകദേശം തീരാറായി. എനിക്കൊന്നും ലാസ്റ്റ് നമുക്കുള്ളത് മാത്രമേ എനിക്ക് കാണത്തുള്ളൂ. അവിടെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല. അവിടെ കുറച്ച് തിരക്കും കൂടി ആയതുകൊണ്ട് ഞാൻ അവിടെ വീഡിയോ എടുത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഷവർമ ഓർഡർ ചെയ്തു, വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഷവർമ വരട്ടെ. ഷവർമ വന്നു, കഴിച്ചോ. പറയുമായിരുന്നു റുമാലി റൊട്ടിയിൽ ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞില്ല. അത് കാരണം ഇത് മറ്റേ കുബൂസാണ് ചെയ്യുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ റുമാലി റൊട്ടി ചെയ്യുന്നതാണ് താല്പര്യം. നിങ്ങൾ ട്രിവാൻഡ്രത്ത് നാലഞ്ചിന് അടുത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഗ്രേസ് റെസ്റ്റോറൻറ്റിൽ വന്ന് ഇവിടുത്തെ ഷവർമ കഴിച്ചു നോക്കൂ. അടിപൊളിയാണ് കേട്ടോ. യു റിഗ്രറ്റ്. കാരണം നല്ല ഹെൽത്തിയാണ്. കാരണം നമ്മൾ ഈ പുറത്തുനിന്ന് വെച്ചാൽ ഈ റോഡ് സൈഡിൽ ചെറിയ ഇതിന്ന് കഴിക്കുമ്പോൾ തലേന്നത്തെ ആണോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ നമുക്കുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഡെയിലി ഫുള്ള് തീരാറുണ്ട് ഇവിടെ റോഡ് സൈഡിൽ തന്നെ ആയാറുണ്ട്. So if you like this short video, do like, share, subscribe and ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ. ആൻഡ് ഇവിടെ 4-5 അടുത്തുള്ള ആൾക്കാരാണ് വന്ന് കഴിച്ചിട്ട് അതും കൂടി കമന്റ് ചെയ്തോ. So see you in my next vlog. Bye.